റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്, അവരുടെ പേരിലൊക്കെ തെളിയത്ത് എല്ലിയിട്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടണം. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന് ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, അശ്ലീലം കാശ് കൊടുത്തു വാങ്ങിയാൽ യുദില്ലാൻ സബീലില്ല, അള്ളാഹുവിന്റെ വഴിയിൽ അത് മാർഗതടസ്സാകുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ വഴി ഏതാണ്? ഇബ്നു അബ്ബാസിനോട് അന്ന് ചോദിക്കാട്ടോ. ചിന്തിക്കണം, എപ്പോഴാ അത് ചോദിക്കുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്താ ചോദിക്കുന്നത്. 1000 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാനവറുകളോട് ചോദിക്കാൻ, അല്ല നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. ഒരു സഹാബി ചോദിച്ചു, അല്ലാഹ് ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞല്ലോ അശ്ലീലം കാശ് കൊടുത്തു വാങ്ങിയാൽ അവിടെ സബീലുള്ളക്ക് മുടക്കം തട്ടും, അള്ളാന്റെ വഴിക്ക്. ഈ അള്ളാന്റെ വഴിയാണ് നിസ്കാരമായാലും നോമ്പായാലും ഖുർആനോത്തായാലും മൗലിദ് ഏതായാലും പെടും. പക്ഷെ ഈ ഏതാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും മുടങ്ങി അള്ളാഹ് ഏതെങ്കിലും ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് അന്ന് പറഞ്ഞത് ഞാൻ പറയുന്നു. ഇന്ന് ഈ മസ്ജിദുൽ ഫതഹിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ആളുകളുടെ വീട്ടിലെ നഗ്നമായ ചിത്രമാണ്. അന്ന് മഹാനവറുകൾ പറഞ്ഞു, ഉണ്ട്, ഖുർആനോത്ത് മുടങ്ങും, നിസ്കാരം മുടങ്ങും, സ്വലാത്ത് മുടങ്ങും, ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. അതൊക്കെ മുടങ്ങിയാൽ അള്ളാഹുവിന്റെ വഴി തന്നെയാ. പക്ഷേ അതുകൊണ്ട് അള്ളാഹ് പ്രധാനമായി ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതേതാ? ഈ അശ്ലീലോപകരണങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വീട്ടിൽ മുടങ്ങിപ്പോകുക. യഅ്നീ തിലാവത്തൽ ഖുർആൻ. ഇബ്നു അബ്ബാസ് തറപ്പിച്ചെന്ന് പറയാൻ, അതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചത് ഖുർആനോത്ത് മുടങ്ങുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പഴയ കാലത്തൊക്കെ ഒരു വീട്ടിന്റെ അടുത്ത് കൂടെ നടന്നു പോവുകയാണെങ്കിൽ, ഒരു മുസ്ലിം ഏരിയയുടെ അടുത്ത് കൂടെ നടന്നു പോവുകയാണെങ്കിൽ ആ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഖുർആൻ ഓതിയിരുന്നു. അവരുടെയൊക്കെ ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു. ഖുർആനിന്റെ വചനങ്ങൾ അവരുടെയൊക്കെ വായിൽ നിന്ന് ഇങ്ങനെ കേട്ടിരുന്നു, പതുങ്ങിയ സ്വരത്തിൽ, അല്ലേ? എന്നാൽ ഇന്ന് പോകുമ്പോഴോ ഈ തട്ടും മുട്ടും, അല്ലേ, ഈ ദീനരോധനങ്ങളും അതിനൊപ്പിച്ച് പിന്തുണ പ്രഖ്യാപിച്ച് കരയുന്ന ഉമ്മമാരുടെയും സഹോദരിമാരുടെയും ശബ്ദങ്ങളല്ലേ നമ്മൾ കേൾക്കുന്നത്? ശരിക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ഖുർആനോത്ത് മുടങ്ങുമെന്ന് പറഞ്ഞത് എത്ര ശരിയാ. ഇന്ന് ഏത് വീട്ടിലാ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്നത്? ഈ പെട്ടിന്റെ മുമ്പിൽ ഇരിക്കല്ലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞത്. നിങ്ങൾ ഇന്ന് അത് മുഖബലക്കെടുക്കണം. ഇതാ പുലർന്നിരിക്കുന്നു. എവിടെയോ ഒരു വീട്ടിലെ ചിത്രമല്ല, നാട്ടിലെ മുഴുവൻ ചിത്രമാണ്. എല്ലാ വീട്ടിലും ഇതാ ഇത് കയറി വന്നിരിക്കുന്നു. ഈ സംസ്കാരമാണിന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിയന്ത്രണമെങ്കിലും നിർബന്ധമാണ്. കൺട്രോൾ വേണം. ഇശാ മഗ്രിബിന്റെ തുറക്കാൻ അനുവദിക്കരുത്. വാർത്തക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ അത് തുറന്ന് അടപ്പിക്കുന്ന ഒരു ശൈലി വേണം. ഇത് വെച്ചേ പറ്റൂ എന്നുള്ളവനോടാണ് ഇപ്പൊ ഈ പറയുന്നതൊക്കെ. കാരണം എന്തായാലും സദസ്സിൽ 2 മാനസികാവസ്ഥക്കാരുണ്ടാവും. കുറച്ച് ലാഘവാക്കുമ്പോൾ വേണോ ഉസ്താദ് എന്ന് ചോദിക്കുന്നവരും ഉണ്ടാവും, അങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും. അതോടൊപ്പം അത്രയൊന്നും പോരല്ലോ ഉസ്താദെ, കുറച്ചും കൂടെ അയക്ക് എന്ന് പറയുന്നവരും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്, ഇസ്ലാം തഖ്വയുടെ ഉളുപ്പ് പാലിച്ചില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല, ആഖിറം രക്ഷപ്പെടാൻ കഴിയൂല. ഇങ്ങനെ അങ്ങ് നോക്കിയാൽ അശ്ലീലം കാശ് കൊടുത്ത് വാങ്ങുക എന്ന ലിസ്റ്റിൽ ഒരുപാട് ആളുകൾ. നാം കാസറ്റ് വാങ്ങുന്നത് അശ്ലീലം, നാം വാങ്ങുന്ന പുസ്തകം അശ്ലീലം, നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ അശ്ലീലം, എല്ലാം അശ്ലീലം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്ന് കിട്ടണം, എന്റെ കൂട്ടുകാരനെ എനിക്കൊന്ന് കിട്ടണം. എന്റെ മൊബൈലിൽ അവന്റെ നമ്പറുണ്ട്. ഞാൻ അവനെ എന്റെ മൊബൈൽ എടുത്ത് ആ മൊബൈലിൽ അവന്റെ നമ്പർ എടുത്ത് ഞാൻ പതുക്കെ ഞാൻ വിളിച്ചു നോക്കി എന്റെ കൂട്ടുകാരനെ. ഞാൻ ഫീഡ് ചെയ്തു വെച്ച നമ്പർ അത് തപ്പിയെടുത്ത് അവനെ വിളിച്ചു. എന്തേ അത്യാവശ്യമായി എന്റെ കൂട്ടുകാരനെ ഒന്ന് കിട്ടേണ്ടതുണ്ട്, അതിനാ വിളിച്ചത്. എന്റെ കൂട്ടുകാരനെ വിളിച്ചപ്പോ എനിക്ക് കേൾക്കാൻ കഴിയുന്നത് എന്താ? സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഒരിക്കലും കേട്ടുപോകരുതെന്ന് ഞാൻ കരുതിയ വളരെ മോശപ്പെട്ട ഒരു ഗാനം. അതാണ് മറുവശത്ത് നിന്ന് വരുന്നത്. എന്റെ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കിക്കോ, മൊബൈൽ ഫോണുകളിൽ ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകളാണ് പലരുടെയും ഡയലർ ട്യൂണുകള്. ഇന്ന് തന്നെ പടച്ചറബിനെ കരുതിയിട്ട് ഒഴിവാക്കുമോനെ, ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം നേടാൻ പ്രയാസമായിരിക്കും. അതിനാ നമ്മൾ മാസം തോറും 20, 25, 30, 35 രൂപ കൊടുക്കുന്നത്, ഈ ഡയലർ ട്യൂണുകൾ സ്വീകരിക്കുന്നത്. അതും സിനിമാ ഗാനങ്ങളുടെ ഡയലർ ട്യൂണുകൾ മാത്രം, അല്ലേ? ഉളുപ്പ് കെട്ട പാട്ടുകളാണ് പലരുടെയും മൊബൈലിലേക്ക് അടിച്ചു നോക്കിയാൽ ഇന്ന് കിട്ടുന്നത്. ഒരു നല്ല പാട്ടോ നല്ല ബെയ്ത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അല്ലെങ്കിൽ വെറും ബെല്ല്, അതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഉളുപ്പ് കെട്ടത് മാത്രം, അല്ലേ? അതിന് ഓഫർ ഇങ്ങനെ വരികയല്ലേ. ഐഡിയ എന്നൊക്കെ എപ്പോഴും വിളിക്കുക. ഇനിയെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ? നിങ്ങളെ വിളിക്കുന്നവരൊന്ന് സന്തോഷിപ്പിച്ചൂടെ എന്ന് വെച്ചിട്ട് ഇടക്കിടക്ക് വിളിച്ചു.
30 റുപ്യ വേണ്ടതുള്ളൂ, കൊടുത്താൽ ഡയലർ ട്യൂൺ മാറും. നോക്ക് നിങ്ങൾ, എൻ്റെ കൂട്ടുകാരെ, നമ്മളിത് ചിന്തിച്ചോ അതിൻ്റെ ഗൗരവം. ഒമിനൻ നാസിമ യസ്തരി ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അതും പെടൂലേ? അശ്ലീലം കാശ് കൊടുത്ത് വാങ്ങുന്നവർ എന്ന് പറഞ്ഞാൽ അതും പെടൂലേ? വിഷയത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിൽ തട്ടി ചിന്തിക്കുക. മാത്രമല്ല, ഞാൻ പറയുന്നത് ഒരിക്കലും ഇതൊന്നും കേട്ടുപോകരുത് എന്ന് ആഗ്രഹിച്ച ഒരു മാന്യൻ, ആ മാന്യനെ അടക്കം നിങ്ങൾ ഇത് കേൾപ്പിച്ച് നിർത്തൂ. അതാ അൽ ഫുഹ്ഷു വത്തഫഹുഷ്. നമ്മളേതായാലും കൂത്താടാൻ തീരുമാനിച്ചു, എന്നാൽ നമ്മളെ വിളിക്കുന്നവരെ മുഴുവനും നമ്മളതൊന്ന് ആശ്വസിപ്പിക്കും, ഒന്ന് പാടി നമ്മൾ ആശ്വസിപ്പിക്കും. ഇതാണ് എൻ്റെ നിങ്ങളുടെ ലോകം. അതുകൊണ്ട് ചെറിയൊരു മാറ്റം, ചെറിയൊരു ചേഞ്ചിന് വിധേയമായിട്ടില്ലെങ്കിൽ ഇല്ലട്ടോ, ഈ ലോകത്തെ ചിത്രത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. ഈ ലോകം, അതിന്റെ ചിത്രം നാം ആലോചിക്കുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ വളരെ പ്രയാസമാണ്. അള്ളാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. പടച്ച റബ്ബ് നമുക്കൊക്കെ നല്ല ബുദ്ധി തരട്ടെ. അങ്ങനെ ദുആ ചെയ്യാം. ഇന്നലെ 2 ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നല്ല ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി ദ്വാരക്കണം, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമായില്ല, നന്നാവണം. അവിടെ ആ വിഷയം, നന്നാവണം. ഇന്നലത്തെ പ്രഭാഷണം കേട്ടിട്ട് അവർക്ക് തോന്നിപ്പോയതാണ്. നന്നാവുക എന്നുള്ളത് ഒരു വല്ലാത്ത വിഷയമാണ്. നമ്മൾക്ക് നന്മയോട് ആഭിമുഖ്യം കുറവാണ്. നല്ലതിന്റെ പക്ഷത്തു നിൽക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നന്മയുടെ പക്ഷത്തു നിൽക്കാൻ പലപ്പോഴും നമ്മൾ എത്രയോ ബാക്കിലാണ്. അതൊന്നും ഇങ്ങോട്ട് നിന്നിട്ടും നമുക്ക് ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞ വസാബിക്കൂനൊന്നും ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് ഇപ്പോഴും കയറിയിട്ടില്ല. അതുകൊണ്ട് പറയാനുള്ളത്, തോന്നിവാസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. തോന്നിവാസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാത്ത ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ നമ്മളെ മൊബൈൽ ഫോണുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളും ഉപകരണങ്ങളും സീഡികളും കാസറ്റുകളും എല്ലാം മലിനമാണ്. ഇനി എവിടെ നമുക്കൊരു ഭാഗ്യം? ഇനി എവിടെ നമുക്ക് ശ്ലീലം കേൾക്കാനുള്ള അവസരം? ഇല്ല. നമ്മളൊരു ചേഞ്ചിങ് അത് നടത്തിയെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതിനുവേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാകും, പ്രത്യേകിച്ചു ഈ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരുമ്പോ ഫഹ്ഷും തഫഹുഷും അശ്ലീലം പെരുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ആ വാദം നമ്മൾ കൃത്യമായി സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമുക്കിപ്പോ ഒരു പാട്ടല്ലേ, എന്താ ഉസ്താദേ നിങ്ങൾ പറയുന്ന, ഒരു പാട്ടും കേൾക്കാൻ പറ്റൂലേ? നല്ല പാട്ടാണെങ്കിൽ കുഴപ്പമില്ല. മൊത്തത്തിൽ പാട്ടിനെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞേറെ നിങ്ങൾ, അൽ ഗിനാഉ യുംബിതു ഫിൽ ഖൽബി നിഫാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. പാട്ട് കേൾക്കും തോറും ഈമാൻ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, പാട്ട് കേൾക്കും തോറും നിഫാഖ് കൂടി 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 വരും. ഹൃദയത്തിൽ നിഫാഖ് മുളപ്പിക്കുന്നതാണ് പാട്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിച്ചോ. ഈ സംഗീത ഭ്രമമുണ്ടല്ലോ, അത് കുറച്ചൊന്ന് കുറക്കണം. കുറച്ച് പാകത്തിനൊക്കെ ആയിക്കോട്ടെ. അതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റാണ് നമ്മുടെ ഭാഗത്തുനിന്ന്. അത് നമുക്ക് തരാൻ പറ്റിയതല്ല. പക്ഷെ ഞാൻ പറയുന്നത്, നല്ലത് കേൾക്കുക, നല്ലതിൽ ഒതുങ്ങുക. അവിടെ നിന്നൊക്കെ പോയിട്ട് നമ്മൾ ആകെ പോയി. നല്ല പാട്ടുകൾക്ക് കുഴപ്പമില്ല. അതേസമയം ചീത്ത പാട്ടുകൾ കേൾക്കും തോറും നമുക്ക് നിഫാഖ് ഇങ്ങനെ വർദ്ധിച്ചു വരും. ഇന്ന് കേൾക്കുന്നത് മുഴുവനും അത്. നേരം വെളുത്ത് വൈകുന്നേരം വരെ തന്റെ ഓട്ടോറിക്ഷയിൽ മുടങ്ങി കേൾക്കുന്നത് ഈ ഒരു ശബ്ദം മാത്രം അല്ലേ? നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓട്ടോറിക്ഷയിൽ ഈ ശബ്ദം മാത്രമാണ്. അതിപ്പോ പാട്ടൊന്നുമല്ല ഇപ്പോഴത്തെ ഹരം. പാട്ടൊന്നുമല്ല. പാട്ടിനേക്കാൾ മുട്ടും തട്ടുമാണ്. എന്താ പറയണമെന്നൊന്നും തിരിയരുത്. അതിനേക്കാൾ വേണ്ടത് മുട്ടും തട്ടുക അല്ലേ? സംഗതിയല്ലേ, സത്യമല്ലേ ആ പറഞ്ഞത്? എന്നിട്ട് വൈകുന്നേരം വരെ ഓട്ടോറിക്ഷയിൽ അത്, ഓട്ടോറിക്ഷ കഴിഞ്ഞാൽ ജീപ്പിൽ അത്, ബസ്സിൽ അത് അല്ലെ? യാത്ര ചെയ്യുന്നവരൊക്കെ അത് കേൾക്കേണ്ടി വരികയാണ്. യാതൊരു നിർവാഹമില്ല. ഫുഹ്ഷൊക്കെ കൂടുതൽ മനസ്സിലാകുന്നത് അവിടെയാ. കാരണം ആരും കേൾക്കേണ്ടി വരികയാണ്. ശ്രദ്ധിക്കാതിരിക്കുക, അല്ലാതെ എന്താ ചെയ്യാ? കേൾക്കാതിരിക്കാൻ പറ്റില്ല, കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, മാറ്റം വരണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു ദിവസം ഒരു വഴിക്കിങ്ങനെ പോകുമ്പോഴാണ് അതാ ഒരു പുല്ലാങ്കുഴൽ വായന കേൾക്കുന്നു. പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞാൽ ഒരു സംഗീതോപകരണമാണ്.
ആ സംഗീതോപകരണം, ആ കുഴലൂതുന്ന ശബ്ദം കേട്ടപ്പോ, പുല്ലാങ്കുഴൽ വായന ആരാ? ഒരാട്ടിടയൻ ഒരു മരക്കൊമ്പ് തിരുന്നിങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കാൻ. അത് കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നാഫി റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടെ ഓടി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഉടനെ തന്നെ ഫഅദ്ഖല യദൈഹി ഫഅദ്ഖല ഇസ്ബഅൈഹി ഫീ ഉദുനൈഹി, തന്റെ രണ്ടുപേരും അതാ ചെവിയിലേക്കങ്ങ് ശരിക്കങ്ങോട്ട് കടത്തി വെച്ചിട്ടു. ചെവി പൊത്തിപ്പിടിച്ചിട്ട് ചെവിയുടെ ഉള്ളിലേക്ക് രണ്ടു വിരലുകളും ശരിക്ക് അകത്തേക്ക് കടത്തി പിടിച്ചു. ഓടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഓടി 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 പുറത്തെത്തിയപ്പം നാഫി റളിയല്ലാഹു അൻഹുവിനോട് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, യാ നാഫിഉ അത്തസ്മഉല്ലാൻ, യാ നാഫിഉ അത്തസ്മഉല്ലാൻ. നാഫിയ, ഇപ്പോൾ നീ ആ ശബ്ദം കേൾക്കുന്നുണ്ട് നാഫിയ, ഇപ്പോൾ നീ ആ ശബ്ദം കേൾക്കുന്നുണ്ട് നാഫിയ. ഞാൻ ഓടാൻ തുടങ്ങിയതൊരു ശബ്ദം കേട്ടിട്ടാ, ഒരു വൃത്തികെട്ട ശബ്ദം കേട്ടിട്ട്, പാട്ടിന്റെ സ്വരം കേട്ടിട്ടാണ് ഞാൻ ഓടാൻ തുടങ്ങിയത്. സംഗീതോപകരണത്തിന്റെ മൂളക്കം കേട്ടപ്പോഴാ ഞാൻ ഓടാൻ തുടങ്ങിയത്. ഇപ്പോൾ നീ അത് കേൾക്കുന്നുണ്ടോ? മഹാനവകൾ പറഞ്ഞത്രേ. നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറഞ്ഞു, ഇല്ല ഇല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടിട്ടുണ്ട്, ഇപ്പോഴാ ശബ്ദം കേൾക്കുന്നില്ല. അപ്പൊ രണ്ടുപേരും അതാ ചെവിയിൽ നിന്ന് പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞത്രേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഹകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ യസ്നഉ ഹകദാ. എന്റെ മുത്തു റസൂൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും നബിയും ഒരു കൂടെ ഒരു യാത്ര പോകുമ്പോ ഇതുപോലെ ഒരു പുല്ലാങ്കുഴൽ വായന കേട്ടപ്പോ റസൂലുള്ള ചെവി അടച്ചു പിടിച്ചോടി. കുറെ സമയത്തിന് ശേഷം ഇപ്പോൾ നീ അത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചെവിയിൽ നിന്ന് വിരലെടുത്തത് നാഫിയ. ആ നബിതങ്ങളെ ഒന്ന് ഇത്തിബാഴ് ചെയ്തതാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അല്ലേ റളിയല്ലാഹു അൻഹു. നമ്മൾ നേരത്തെ പറഞ്ഞ മുഖറബീങ്ങളുടെ ലിസ്റ്റിൽ അവരിൽ നിന്നൊന്നും ഇത്തരം ഒരു വേണ്ടാത്തരും വരൂലല്ലോ. അപ്പൊ നമ്മക്ക് ഈ പറഞ്ഞ ലോകത്തിൽ ആ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തസീമ എന്ന് പറഞ്ഞ ലോകത്തെത്തണമെങ്കിൽ ഇവിടെയും കുറച്ചൊക്കെ ഉളുപ്പ് വേണം, അല്ലെങ്കിൽ അങ്ങോട്ട് എത്താൻ കഴിയൂല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്തിരുന്ന മഹാനാണ്. എവിടെ ഒരു വഴിക്കിങ്ങനെ പോകുമ്പോ ഒരു ദിവസം മൂത്രമൊഴിച്ചൊരു സ്ഥലത്തുനിന്ന് തൊട്ടടുത്ത മറവിലെത്തിയപ്പോ പിന്നെയും മൂത്രമൊഴിച്ചു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു, എന്തേ ഇത്, നിങ്ങൾ അവിടുന്ന് മൂത്രമൊഴിച്ചു, പിന്നെ ഇപ്പൊ ഇവിടെ വരുമ്പോഴേക്ക് രണ്ടാമത് മൂത്രമൊഴിക്കാൻ ഉണ്ടാവില്ലല്ലോ, തൊട്ടടുത്ത് തന്നെ. അപ്പൊ പറഞ്ഞു, അവിടുന്ന് എനിക്ക് മൂത്രമൊഴിക്കാനുള്ളത് കൊണ്ട് ചോദിച്ചത്. അവിടെയെന്ന് ചോദിച്ചു. ഇവിടെ ഞാൻ മുമ്പ് ഒരിക്കൽ പോകുമ്പോൾ റസൂലുള്ള അവിടെ എത്തിയപ്പോൾ മൂത്രമൊഴിച്ചിരുന്നു, അപ്പൊ ഞാനും ഒന്ന് മൂത്രമൊഴിക്കട്ടെ എന്ന് കരുതിയതാണ്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. വെറുതെ കിട്ടിയതല്ല, മുത്തബിഉസ് സുന്ന, തിരുനബിയെ അനുകരിക്കുന്ന ആള് എന്ന് വെറുതെ കിട്ടിയതല്ല. മക്കത്തുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ഖബർ. ആ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കാരണം ഈമാനുള്ളവർക്ക് അവിടേക്ക് എത്തുമ്പോൾ അങ്ങനെ വല്ലാതെ തിളക്കും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ താങ്ങും തണലുമായി ഒരുപാട് നാൾ ഇനിയും ജീവിക്കാൻ അല്ലാഹു തആല ഒരു കുഴപ്പവുമില്ലാതെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ടവർ, അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരാൾ കൊണ്ടുപോയി അവിടെ എത്തിച്ചപ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മഖ്ബറയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പതക്കുകയാണ്. ഓ, ഞാൻ ഇന്ന് മുത്തബിഉസ് സുന്നയുടെ മഖ്ബറ സിയാറത്ത് ചെയ്തു, അതിനെനിക്ക് അവസരം തന്ന കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യാണ്. ഇസ്ഹാഖ് ഹാജിയായിരുന്നു, ആ കൂട്ടത്തെ ഇസ്ഹാഖ് ഹാജിയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ ആ വേറെ ഒരു സഖാഫിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ വല്ലാതെ പ്രകീർത്തിക്കുകയാണ്, കാരണം അവരോട് വല്ലാത്ത കടപ്പാട് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ ചിന്തിക്കണം, ശരിക്ക് അവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നതിലുള്ള അങ്ങേയറ്റത്തെ നിർബന്ധ ബുദ്ധിയായിരുന്നു അത്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പറ്റി അങ്ങനെ കുറെ പറയുന്നുണ്ട്. മുത്തബിഉസ് സുന്ന എന്ന ടൈറ്റൽ നാമം കിട്ടാനുള്ള കാരണം തന്നെ അതായിരുന്നു. ഒരു വഴിക്ക് പോകുന്ന സമയത്ത്